നമ്മുടെ CISF ഒരു സ്പോർട്സ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഷോർട്ട് നോട്ടീസ് വന്നപ്പോൾ നിങ്ങളിലേക്കൊരു വീഡിയോ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, ഏകദേശം 4 ദിവസത്തോളം ലേറ്റ് ആയിട്ടുണ്ട്. 18-ാം തീയതി മെയ് 18-നാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായത്. ജൂൺ 6 വരെ നിങ്ങൾക്ക് സമയം കിട്ടും. അപ്പോൾ പെട്ടെന്ന് അപേക്ഷ അയയ്ക്കുക. ആദ്യമേ പറയാം, സ്പോർട്സ് നോട്ടിഫിക്കേഷനാണ്. ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻസും മിസ്സാവില്ല. അതിപ്പോൾ യൂണിഫോം ആണെങ്കിലും സിവിൽ ജോബ് ആണെങ്കിലും ഞങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്പോർട്സ് നോട്ടിഫിക്കേഷനും എത്തിക്കുന്നുണ്ട്. പലരും വിചാരിക്കുന്നുണ്ടാവും സ്പോർട്സ് അല്ലേ, അപ്പോൾ നമുക്ക് ആവശ്യമില്ല എന്ന്. അങ്ങനെയല്ല, സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് സ്പോർട്സ് അച്ചീവ് ചെയ്യുന്നവരുണ്ട്, സ്പോർട്സ് ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. സ്പോർട്സ് കോട്ടയാണ്. അപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ട് നമുക്കിതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിച്ച് കേട്ടോളൂ. മൊത്തം 403 വേക്കൻസികളാണ്. ഹെഡ് കോൺസ്റ്റബിൾ GD ആണ് പോസ്റ്റ്. CISF പാരാമിലിറ്ററി ഫോഴ്സായ CISF ഹെഡ് കോൺസ്റ്റബിൾ GD 25,500 തൊട്ട് 81,100 വരെ സാലറി കിട്ടാവുന്ന സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. അതിൻ്റെ കൂടെ അലവൻസുകളും കിട്ടും. ഓൺലൈൻ മോഡാണ് അപേക്ഷ അയക്കേണ്ടത്. ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ ആദ്യം ഫസ്റ്റ് സ്റ്റേജിൽ ട്രയൽ ടെസ്റ്റ്, സ്പോർട്സ് ടെസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും, ഫിസിക്കൽ മെഷർമെൻറ്റ്, ഡോക്യുമെൻറ്റേഷൻ. സെക്കൻഡ് സ്റ്റേജിൽ മെഡിക്കൽ എക്സാമും നടത്തും. വേക്കൻസി ടെൻറ്റേറ്റീവാണ്, കൂടാനും ചാൻസ് ഉണ്ട്. ഓൾ ഇന്ത്യ ലെവൽ വേക്കൻസികളാണ്. അപ്പോൾ ഓരോ സ്പോർട്സ് ഇവൻറ്റുകൾ ഇവിടെ കാണാം. വുഷു, ടേക്വോണ്ടോ, കരാട്ടെ തുടങ്ങി ഒരുപാട് സ്പോർട്സ് ഇവൻറ്റുകൾ കാണാം. ഏകദേശം 29 ഇവൻറ്റുകൾ, 29 സ്പോർട്സ് ഡിസിപ്ലിൻ കാണാം. 204 വേക്കൻസി ബോയ്സിനും 199 വേക്കൻസി ഗേൾസിനും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന സ്പോർട്സ് ഡിസിപ്ലിനിൽ ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലാണ് ഇത് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ, സ്പോർട്സ് കോട്ട ആയതുകൊണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വായിക്കുക. 29 സ്പോർട്സ് ഡിസിപ്ലിൻ ഞാൻ വായിച്ചു കഴിഞ്ഞാൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നോട്ടിഫിക്കേഷനിൽ കറക്റ്റായിട്ട് ഓരോ സ്പോർട്സ് ഇവൻറ്റുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. +2 ആണ് ക്വാളിഫിക്കേഷൻ. +2 പാസ്സായവർക്ക് അപേക്ഷ അയക്കാം. അതിൻ്റെ കൂടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ നാഷണൽ, അതല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഇൻ ഗെയിംസ്, സ്പോർട്സ് ആൻഡ് അത്ലറ്റിക്സ് തുടങ്ങിയ ഏതെങ്കിലും ഒരു ഇവൻറ്റിൽ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്, നാഷണൽ, ഇൻ്റർനാഷണൽ തുടങ്ങിയ ഏതെങ്കിലും ഒരു ലെവലിൽ നിങ്ങൾക്ക് സ്പോർട്സ് സർട്ടിഫിക്കറ്റ്, നേരത്തെ പറഞ്ഞ ഇവൻറ്റിൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപേക്ഷ അയക്കാം. ഏജ് ലിമിറ്റ് 18 മുതൽ 23 ആണ്. ജനറൽ ആണെങ്കിൽ 2/8/2002 1/8/2007 ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷ അയക്കാം. ജനറൽ ആണെങ്കിൽ. OBC ആണെങ്കിൽ 3 വർഷവും SC/ST ആണെങ്കിൽ 5 വർഷം വരെ ഇളവ് കിട്ടുന്ന നോട്ടിഫിക്കേഷൻ തന്നെയാണ്. ഇനി ഹൈറ്റ് വേണ്ടത് ബോയ്സിന് 167 സെൻറ്റിമീറ്റർ, ഗേൾസിന് 153 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. ബോയ്സിന് 81 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 86 വരെയും എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം. ഹൈറ്റിനും ഏജിനും അനുസരിച്ച് വെയിറ്റും നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. CISF ഹെഡ് കോൺസ്റ്റബിൾ GD സ്പോർട്സ് കോട്ട നോട്ടിഫിക്കേഷൻ. നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കണം. ഒരുപാട് പേര് സ്പോർട്സ് നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. ഞാൻ കമൻ്റായിട്ട് കാണാറുണ്ട്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് സ്പോർട്സ് കോട്ട വരുന്നില്ലേന്ന്. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. പ്രോപ്പറായിട്ട് യൂണിഫോം ജോബിൻ്റെയൊക്കെ അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.